പാലക്കാട് മുണ്ടൂരിൽ വീണ്ടും ജീവനെടുത്ത കാട്ടാന ആക്രമണത്തിൽ മരിച്ച അലന്റെ പോസ്റ്റ്മോർട്ടം തുടരുകയാണ്. മരിച്ചതൊരു കുടുംബത്തിന്റെ ഏക അത്താണി കൂടിയാണ്. വീട്ടിലെത്താൻ 100 മീറ്റർ മാത്രം ബാക്കി നിൽക്കവെയാണ് അലന്റെ ജീവൻ കാട്ടാന എടുത്തത്. വെളിച്ചമോ വഴിയോ സൗകര്യങ്ങളോ ഇല്ലാതെ വർഷങ്ങളായ ദുരിതത്തിലാണ് അലന്റെ കുടുംബം ഉൾപ്പെടെയുള്ള പ്രദേശവാസികൾ. ആവർത്തിച്ച് കേണപേക്ഷിച്ചിട്ടും അധികൃതർ ഇതുവരെ തിരിഞ്ഞുപോലും നോക്കിയിട്ടില്ലെന്നും പരാതി ഉയരുന്നുണ്ട്. മുണ്ടൂരിൽ നിന്ന് അരുൺ ആലത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആദ്യം മുണ്ടൂരിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ അലൻ്റെ വീട്ടിലാണ് ഉള്ളത്. വളരെ പരിതാപകരമായ അവസ്ഥയാണ് ഈ പ്രദേശത്ത് ഒന്നടങ്കമുള്ളത്. വളരെ സാധാരണക്കാരായ ഒരു കുടുംബമാണ്. അവർ ഈ മേഖലയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചേറെ കാലമായി. പക്ഷേ സാധാരണ എപ്പോഴും വീട്ടിലേക്ക് പോകുന്ന വഴിയിലൂടെ ഇന്നലെ വൈകിട്ട് സഞ്ചരിക്കുമ്പോഴാണ് വൈകിട്ട് ഒരു 7 മണിയോടുകൂടെ തന്നെ അമ്മയും മകനും, അതായത് അലനും അലൻ്റെ അമ്മ വിജിയും കൂടെ വരുമ്പോഴാണ് കാട്ടാനയുടെ മുന്നിൽ ഇവർ പെടുന്നതും കാട്ടാന ആക്രമിച്ച് ഈ 24-കാരന് ദാരുണാന്ത്യം സംഭവിക്കുന്നത്. കൊച്ചിയിൽ ജോലി ചെയ്യുന്ന ലുലു മോളിലാണ് ഈ അലൻ ജോലി ചെയ്യുന്നത്. അടുത്തിടെയായി ലീവിന് വന്നതാണ്. ആ സമയത്താണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമണം ഉണ്ടായി ആ യുവാവിന് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ പ്രദേശത്ത് നല്ലൊരു വഴിയില്ല, അതുപോലെ തന്നെ വിളക്കില്ല, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ്. വഴി എന്ന് പറയുന്നതില്ല. പിന്നെ ഇവിടെ പഞ്ചായത്തിൻ്റെ ആണേലും മറ്റുള്ളതാണേലും കൊള്ളാം, യാതൊരു ഇതൊന്നുമില്ല. പിന്നെ വെള്ളം മാത്രം ഒഴിച്ചിട്ട് ഒന്ന് കുടിക്കാനായിട്ട് പൈപ്പ് ആണ് കിട്ടുള്ളൂ എന്ന് മുതലേ ഞങ്ങൾ പറയുന്ന കാലങ്ങൾ കുറേയായി പറയാൻ തുടങ്ങിയിട്ട്. ഇവിടെ 30-40 കൊല്ലം മുമ്പ് വെട്ടിയ റോഡായത്. ആ റോഡൊന്ന് ശരിയാക്കാനോ ഒന്ന് ഒരു വാഹനങ്ങൾക്ക് വരാനോ പോകാനോ ഒന്നും നടക്കാൻ കൂടെ പറ്റില്ല. ലൈറ്റാണെങ്കിൽ അവിടെ ഇവിടും ഓരോ ലൈറ്റുകളായി ഇടുക, അങ്ങനെയൊന്നുമില്ല. ഇപ്പം ആനയുടെ ആണെങ്കിൽ ശല്യങ്ങൾ കുറേ ഉണ്ട്. ഇപ്പം 2-3 ആന ദിവസം ഇവിടെ കടന്ന് കറങ്ങുമായിരുന്നു. ഒരാഴ്ചകളായി ഇത് കറങ്ങുന്നു. മുത്തശ്ശിയൊക്കെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ മക്കളൊക്കെ ആയിട്ട് ഇവിടെ പോകാൻ പകലൊക്കെ ഇറങ്ങാനൊക്കെ മക്കളൊക്കെ ആയിട്ട് സ്കൂളിൽ പോകുമ്പോഴും പിള്ളേരെ കൊണ്ടുവരാൻ കൂട്ടാൻ പോകുമ്പോഴൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. അവർ വരുന്നവരെ ഞങ്ങൾക്ക് സമാധാനമില്ല. അപ്പം ഞങ്ങൾ നോക്കിയിരിക്കും. ഇന്നലെ ഇതുപോലെ തന്നെ ഈ പിള്ളേർക്ക് രാത്രി കിടന്നുറങ്ങിയിട്ടില്ല. അത്രയ്ക്ക് പേടിയാണ്. ആനയെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടിയാണ്. ഈ കുഞ്ഞുനാളിൽ മുതലേ ഇങ്ങനെ പേടി കിട്ടി വളരുന്ന പിള്ളേരുടെ ഭാവി എന്തായിരിക്കും? ഇതിപ്പോൾ സ്ഥിരമായിട്ട് ആന വരുന്നുണ്ട്. സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ആന വരുന്ന സ്ഥലമാണിത്. പ്രധാനമായിട്ടും ഒറ്റയ്ക്കാണ് ആനകൾ വരുന്നത് അതോ കൂട്ടമായിട്ടൊക്കെയാണ്? ഒറ്റയ്ക്കായിട്ട്. ഇപ്പോൾ ഈ 2-3 ദിവസം മുമ്പ് ഒറ്റ ആനാണ് ഇതിലേ വന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ 3 പേരാണ് വന്നിരുന്നതെന്നാണ് പറയുന്നത് കേട്ടത്. എപ്പോഴും 5-6 ആന ഇങ്ങനെ നേരെ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ കാണാറുണ്ട് രാവിലെയൊക്കെ. വഴിവിളക്കും അതുപോലെ വഴിയൊന്നും കൃത്യമല്ലാത്തതൊക്കെ ബുദ്ധിമുട്ടാണ്. വഴി വളരെ ബുദ്ധിമുട്ടാണ്. അതായത് ഞങ്ങൾക്ക് സുഖമില്ലാത്ത ഒരു പിള്ളേർക്കോ അല്ലെങ്കിൽ വയസ്സായവർക്കോ ആർക്കായാലും ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഒരു ഓട്ടോക്കാർ വരില്ല. നമ്മൾ പാവങ്ങളല്ലേ, എല്ലാവർക്കും വണ്ടിയുള്ളവരൊന്നും അല്ലല്ലോ. ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ വീട്ടിലെ ചേട്ടനും ഇതിൻ്റെ അങ്ങേ വീട്ടിലെ ഒരു ചേട്ടനും ഇതേപോലെ അറ്റാക്ക് നെഞ്ചുവേദനയായിട്ട് വണ്ടി വിളിച്ചിട്ട് വരാതെ സ്പോട്ടിൽ മരിച്ചു പോയിട്ടുണ്ട് 2 പേര്. വഴിയില്ലാത്തത് കൊണ്ടല്ലേ. വെളിച്ചം ഇല്ല. വെളിച്ചം ഇപ്പോൾ 1-2 ബൾബൊക്കെ അവിടെ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. എങ്കിലും ഇന്നലെ മരിച്ച ആ സ്പോട്ടിൽ വെളിച്ചമൊന്നുമില്ല. ഒരുപാട് വീടുകളുണ്ടല്ലേ ഇവിടെ? 5-8 വീടുണ്ട്, അത്രേ ഉള്ളൂ. പേടിയോടെയാണ് കഴിയുന്നത്. അതെ, വളരെ പേടിയോടെയാണ് ഞങ്ങൾ കഴിയുന്നത്. അതുതന്നെയാണ്. ഏതായാലും വലിയ ആശങ്കയോടെയാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് എന്നുള്ളതാണ്. നേരത്തെ ഇവർ പറഞ്ഞതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ളവരാണെങ്കിൽ എവിടെയെങ്കിലും ഇവിടുന്ന് പോയി ഒരു 5 സെൻറ്റ് സ്ഥലം മേടിച്ച് എങ്ങനെയാലും ഒരു ചാളപ്പേര വെച്ചാണേലും നമുക്ക് താമസിക്കാം. അതിനുള്ള സാമ്പത്തികമുള്ളവരാരും ഇവിടെ ഇല്ല. എല്ലാം പാവങ്ങൾ അന്നന്ന് പണിയെടുത്ത് ജീവിക്കുന്നവരാണ്. പണിയെടുത്തില്ലെങ്കിൽ ജീവിക്കാനും പറ്റാത്ത അവസ്ഥയിലാണ്. ഏതായാലും ഈ കാട്ടാന ഇങ്ങനെ ജനവാസ മേഖലയിലേക്കൊക്കെ എത്തുമ്പോൾ ഇവിടുന്ന് ഭൂമിയോ മറ്റോ വീടൊക്കെ വിറ്റ് മറ്റെവിടേക്കെങ്കിലും പോയി താമസിക്കാമെന്ന് വെച്ചാൽ അതിന് പോലും കഴിയില്ല. കാരണം അത്രയും സാധാരണക്കാരായ ആളുകളാണ്. അന്നന്ന് കൊണ്ടുവരുന്ന ആ
അന്നം അതിനു വേണ്ടിയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ തന്നെ. അങ്ങനെയുള്ളത് കൊണ്ട് തന്നെ തങ്ങൾക്ക് മറ്റു നിവൃത്തികളൊന്നും ഇല്ലാത്ത ഒരു സ്ഥിതിയാണ് എന്നുള്ളതാണ് ഇവർ പ്രധാനമായിട്ടും പറയുന്നത്. ഏതായാലും ഈ പ്രദേശത്തെ ഫെൻസിങ് ഉൾപ്പെടെ കൃത്യമല്ല, അതുകൊണ്ടാണ് കാട്ടാനകൾ ഇങ്ങനെ കൂട്ടമായിട്ടും ഒറ്റയ്ക്കൊക്കെ തുടർച്ചയായി ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും പരാതിയായി പറയുന്നത്. മാത്രമല്ല നല്ലൊരു വഴിയില്ല, വഴിവിളക്കുകളില്ല എന്നൊക്കെ ഇവർ പരാതിപ്പെടുന്നുണ്ട്. ഏതായാലും മുണ്ടൂർ മേഖലയിൽ കഴിഞ്ഞ 7 വർഷത്തിനിടെ 4ാമത്തെ കാട്ടാനാക്രമണത്തിൽ 4ാമതാണ് ഇത് സംഭവിക്കുന്നത്. ഇനി ഒരു ജീവൻ കൂടെ പൊലിയാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശാശ്വതമായ പരിഹാരം ഇവിടെ വേണം എന്നുള്ളതാണ് നാട്ടുകാർ പ്രധാനമായിട്ടും ആവശ്യപ്പെടുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്.